നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത്, അതായത് ഇന്ന് 16-ാം തീയതി രാത്രി 11:39 മിഥുനം രാശിയിൽ നിന്നും സൂര്യൻ കർക്കടം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് കർക്കട മാസം ആരംഭിക്കുകയായി എന്നർത്ഥം. മഹാപുണ്യ മാസം എന്ന് നമ്മൾ ഹൈന്ദവത്തിൽ പറയുന്നു. ഏറ്റവും പുണ്യകരമായ ഒരു അന്തരീക്ഷമായിരിക്കും കർക്കിടക മാസത്തിൽ. എല്ലാ ദേവാലയങ്ങളിലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം എവിടെയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ളൊരു കർക്കിടക മാസത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വിഷയം കർക്കിടക മാസത്തിലേക്ക് സൂര്യൻ കടക്കുന്നതായിട്ടല്ല. നമ്മുടെ വിഷയം സൂര്യൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ വ്യാഴം കർക്കിടകത്തിലാണ് നിൽക്കുന്നത്. സൂര്യൻ പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് വ്യാഴത്തിന് മൗഢ്യം ആരംഭിക്കും. കാരണം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഏറെ ശുഭത്വമുള്ളൊരു ഗ്രഹമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഗ്രഹത്തിന് സൂര്യൻ പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് ആ ഗ്രഹത്തിന് മൗഢ്യം ആരംഭിച്ചു എന്നർത്ഥം. മൗഢ്യം എന്ന് പറഞ്ഞാൽ ബലമില്ല, ഫലദാന ശേഷിയില്ലാത്ത ഒരവസ്ഥ. ഫലദാന ശേഷി ഇല്ലാത്തൊരു ഗ്രഹം അതിൻ്റെ അനുകൂല ഭാവങ്ങളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്കോ രാശികൾക്കോ ഗുണം അധികമൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാ ഗ്രഹങ്ങൾക്കും സൂര്യനോടടുക്കുമ്പോൾ മൗഢ്യം ഉണ്ടാകും. അത് ഓരോ ഗ്രഹങ്ങൾക്കും ഇത്ര ഡിഗ്രി മിനിറ്റിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ മൗഢ്യം സംഭവിക്കും. അതിന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ മൗഢ്യത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. അതുപോലെ വ്യാഴത്തിന് ഒരു മാസക്കാലത്തോളം മൗഢ്യം ഉണ്ടാകും. ഈ മൗഢ്യം ഒരു പക്ഷേ വളരെ നല്ലതാണ് 4 രാശിക്കാർക്ക്. അതായത് 4 രാശിക്കാർക്ക്, അതായത് അതിൽ വരുന്ന 12 നക്ഷത്രക്കാർക്ക് ഈ മൗഢ്യം ഏറെ ഗുണം ചെയ്യും എന്നുള്ളതാണ്. കാരണം നമ്മൾ പറയുന്നുണ്ട് നീചഭംഗ രാജയോഗം എന്നൊക്കെ പറയില്ലേ. നീചമായിട്ടൊരു ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ അതിന് രാജയോഗം ഭവിക്കാറുണ്ട്. അത് വളരെ വലിയ ഭാഗ്യമാണ് ഉണ്ടാവുക. അങ്ങനെ നീചഭംഗ രാജയോഗം സംഭവിക്കുന്ന ആ ഗ്രഹം വലിയ ഫലദാന ശേഷിയാണ് ആ രാശിയിലോ നക്ഷത്രക്കാർക്കോ വരുന്നവർക്ക്. അപ്രതീക്ഷിതമായ ധനനേട്ടം, പെട്ടെന്നൊരു പണക്കാരനാവുക. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ അടുത്തൊക്കെ പലരും ഉണ്ടാവും അങ്ങനെ പെട്ടെന്ന് ഒരു കോടീശ്വരനായി മാറുക, പ്രതീക്ഷിക്കാത്ത വളർച്ച അദ്ദേഹത്തിന് ഉണ്ടാവുക. അതൊക്കെ ഈ നീചഭംഗ രാജയോഗം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഭാഗ്യവാന്മാരാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ ഈ വ്യാഴം കർക്കിടം രാശിയിലേക്ക് വരുന്നതോട് കൂടിയിട്ട് വ്യാഴത്തിന് മൗഢ്യം ആരംഭിച്ചു. പക്ഷെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് ഏറെ ശുഭത്വമുള്ളത് കൊണ്ട് വലിയ തോതിലൊന്നും ഇത് നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു മാസക്കാലം മൗഢ്യത്തിലായിരിക്കുന്ന വ്യാഴം സഞ്ചരിച്ചുകൊണ്ട് ആ മൗഢ്യത്തെ മറികടന്ന് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ വ്യാഴം മറികടന്നു പോയാൽ പിന്നെ ഒരു വർഷക്കാലം ഈ പറയുന്ന 12 നക്ഷത്രക്കാർക്ക് രാജകീയ യോഗമാണ് ഉണ്ടാവുക. കാരണം പിന്നെ വ്യാഴത്തിന് മൗഢ്യം വരണമെങ്കിൽ ഒരു വർഷം കഴിയണം. കാരണം സൂര്യൻ 11 രാശി കടന്ന് 12ാമത്തെ രാശിയിലെത്തുമ്പോൾ മാത്രമാണ് വീണ്ടും വ്യാഴത്തിന് ഒരു മൗഢ്യം വരുന്നത്. അപ്പോൾ ഈ മൗഢ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മൗഢ്യം വരെ ഒരു വർഷക്കാലം വരെ വ്യാഴത്തിൻ്റെ ആ ഒരു പ്രസന്നത കൊണ്ട് ഈ 4 രാശിക്കാർക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ നേടാൻ കഴിയുമെന്നാണ്. ജീവിതത്തിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. വിദേശ ജോലി ലഭിക്കാൻ സാധ്യത, വരുമാനം വർദ്ധിക്കുക, നമ്മുടെ വിദ്യാഭ്യാസം നേടാൻ ഭയങ്കര യോഗങ്ങൾ കാണുക, എന്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു അതൊക്കെ നമുക്ക് സാധിക്കുക. അങ്ങനെ പഠനത്തിന് നമ്മൾ വലിയ ഉന്നത പഠനങ്ങളിലേക്കൊക്കെ ശ്രമിച്ച് എത്താതിരിക്കുന്നവർക്ക് അത് എത്താൻ കഴിയുക, വാഹനങ്ങൾ വാങ്ങിക്കാൻ കഴിയുക, ഒന്നിലധികം വാഹനങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ കഴിയുക, വലിയ വീട് വയ്ക്കാൻ കഴിയുക, പുതിയ വീട് ഉണ്ടാക്കി വലിയ രീതിയിലുള്ള വീടുകൾ ഉണ്ടാക്കാൻ കഴിയുക, പഴയ വീടിനെ പുതുക്കി പണിയുക. അങ്ങനെ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ, കൃഷി, അങ്ങനെ ഏത് സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ആ മേഖലയിലൊക്കെ വളർച്ച ഉണ്ടാവും ഈ നക്ഷത്രക്കാർക്ക് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കോ കുടുംബങ്ങളിലേക്കോ ബന്ധുക്കളിലേക്കോ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും എല്ലാ മാസവും കറുത്തവാവ് അഥവാ അമാവാസിക്ക് ശക്തയ പൂജ പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. നിങ്ങളുടെയും കുടുംബങ്ങളുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുകയാണെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങളെ ഈ പൂജയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് വ്യാഴം ഈ നിൽപ്പ് കർക്കിടക രാശിയിലാണ്. അപ്പോൾ അതിൻ്റെ മൗഢ്യം സംഭവിച്ചു കഴിഞ്ഞോട് കൂടിയിട്ട് ആ ഒരു മാസക്കാലത്തോളം മൗഢ്യത്തിലായിരിക്കുന്ന വ്യാഴം അതിനെ മറികടന്ന് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ മറികടന്നാൽ ഒരു വർഷക്കാലം സൗഭാഗ്യങ്ങളുടെ കാലമായിരിക്കും. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ, പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുക. നേരത്തെ പറഞ്ഞ മാതിരി പലതും അങ്ങനെ എന്തും നടക്കാം. നമുക്ക് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജാതകത്തിലെ വ്യത്യാസം കൊണ്ട് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. നമ്മൾ പറയുന്നത് പൊതുവെയായുള്ള ഫലങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. പക്ഷെ ജാതകം നിങ്ങളൊന്ന് ഒരു അസ്ട്രോളജറെ കൊണ്ട് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ എന്നും പ്രശ്നങ്ങളാണ്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുന്നവർ, അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നവർ, ഇതൊക്കെ കച്ചവടത്തിലൊക്കെ പരാജയം വരിക, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പരാജയം വരിക, നല്ല രീതിയിൽ പോയിരുന്ന ഒരു ബിസിനസ്സൊക്കെ പെട്ടെന്ന് പരാജയപ്പെടുക, അങ്ങനെ ജോലിയാണെങ്കിൽ നല്ല ജോലിയിൽ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്ന് ജോലി പോവുക, അല്ലെങ്കിൽ ജോലിയിൽ നമ്മൾ താഴ്ന്നു പോവുക, അത് അടിയിലേക്ക് വരിക, ഉയർന്ന ജോലിയിൽ ഇരുന്ന ആൾ പെട്ടെന്ന് താഴ്ന്ന സീറ്റിലേക്ക് വരിക. അത് നമ്മുടെ കുടുംബങ്ങളായിട്ട് നല്ല രീതിയിൽ കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നവർ പെട്ടെന്ന് തല്ലുകൂടി പിരിയുക. അങ്ങനെ നല്ല ബന്ധങ്ങൾ നിലനിർത്തിയിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ, കാമുകി കാമുകന്മാർ, ഇവരൊക്കെ പെട്ടെന്ന് പിരിയേണ്ടി വരിക. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജാതകം ഒരു അസ്ട്രോളജറെ കൊണ്ട് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും. ജാതകത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് തക്കതായ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയും. യാതൊരു സംശയവുമില്ല. കൃത്യമായിട്ട് വേണ്ട രീതിയിൽ നോക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും കർക്കിടകം രാശിക്കാർക്കാണ് ഈ ഭാഗ്യം വരാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ. കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യ നക്ഷത്രക്കാർക്ക് വളരെ സൗഭാഗ്യങ്ങളായിരിക്കും. ഈ വ്യാഴത്തിന്റെ മൗഢ്യത്തിലൂടെ, അതായത് സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് വന്നതോട് കൂടിയിട്ട് വ്യാഴത്തിന് മൗഢ്യം സംഭവിക്കുന്നു. ഈ സംഭവിച്ചതോട് കൂടിയിട്ട് ഒരു മാസക്കാലം വ്യാഴം മൗഢ്യത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ വ്യാഴം പിന്നീട് ആ മൗഢ്യത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതോട് കൂടിയിട്ട് ഒരു വർഷക്കാലം ആ മൗഢ്യത്തിന്റെ ഗുണദാന ഫലങ്ങൾ ഏറ്റവും നല്ല ഫലങ്ങളായിരിക്കും. നേരത്തെ പറഞ്ഞ മാതിരി നീചഭംഗ രാജയോഗം പോലത്തെ ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷക്കാലം ഉണ്ടാകും എന്നുള്ളതാണ്. കർക്കിടക രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ ഒരു കാലഘട്ടമായിരിക്കും. കാരണം അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ജോലി, വിദ്യാഭ്യാസം, വിദേശയാത്ര, വിവാഹം നടക്കുക, നല്ല വിവാഹങ്ങൾ നടക്കുക, പുതിയ പുതിയ സുഹൃത്തുക്കളെ കിട്ടുക, പുതിയ ബിസിനസ് പാർട്ട്ണർമാരെ നമുക്ക് കിട്ടുക, വിശ്വസിക്കാൻ പറ്റുന്നവരെ നമുക്ക് കിട്ടുക. ഈ കർക്കിടക രാശിയിൽ വരുന്നവർക്ക് വലിയൊരു സൗഭാഗ്യങ്ങളുടെ കാലമായിരിക്കും. വ്യാഴത്തിന്റെ ഈ ഒരു മൗഢ്യത്തിലേക്ക് വന്നതോട് കൂടിയിട്ട് മൗഢ്യത്തിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വർഷക്കാലം സൗഭാഗ്യങ്ങളുടെ രാജകീയ യോഗമായിരിക്കും ഈ കർക്കിടക രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. മാത്രമല്ല, നമ്മളത് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രത്യേകം ചിന്തിക്കുക, വ്യാഴത്തെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വ്യാഴത്തെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുക? വിഷ്ണു ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള പരിഹാരങ്ങൾ, വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്താൻ മഞ്ഞപ്പെട്ട് ചാർത്തുക, അദ്ദേഹത്തിന് താമരമാല കൊടുക്കുക, അതുപോലെ ലക്ഷ്മി നാരായണ പൂജ ചെയ്യുക, ഇത് നല്ലതാണ്. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, പിന്നെ ഭാഗ്യസൂക്തം ചെയ്യുക, അല്ലെങ്കിൽ പാൽപായസം കഴിപ്പിക്കുക. അതൊക്കെ വിഷ്ണുവിന് പ്രധാനപ്പെട്ട വഴിപാടുകളാണ്, അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള വഴിപാടുകളാണ്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ദോഷങ്ങളൊക്കെ മാറി സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഉണ്ടാവുക. എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്തത് അവിടെ നിന്നും 5ാമത്തെ രാശിയാണ്. 5ാമത്തെ രാശി എന്ന് പറഞ്ഞാൽ കർക്കടം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം രാശി. 5 പ്രജ്ഞാമേധാ പ്രതിഭ വിവേക ശക്തി പുരാതനം പുണ്യം മന്ത്രമാതൃ തനുജ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മന്ത്രം, അങ്ങനെ നമ്മൾ സാധാരണ പ്രജ്ഞ, അറിവ്, വിവേകം ഉണ്ടാവുക, ബുദ്ധിശക്തി ഉണ്ടാവുക, കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ഈ വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്.
5-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ട്. അപ്പൊ വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നിടത്തെല്ലാം ഈ ഒരു സൗഭാഗ്യങ്ങൾ വരും എന്നാണ് പറയുന്നത്. ഒരു വർഷക്കാലം, അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്കാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് വിശാഖം പറയുന്ന നക്ഷത്രക്കാർക്ക്, അതുപോലെ അനിഴം, തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്കാണ് 5-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. ആ വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ട് എന്നർത്ഥം പറഞ്ഞ മാതിരി പ്രജ്ഞാമേധ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്രമാതൃധനുജ എന്നാണ് പ്രമാണം പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രമാണപ്രകാരം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഉണർവും ഉന്മേഷവും ബുദ്ധിശക്തി ആത്മധൈര്യം എല്ലാം നിങ്ങൾക്ക് വന്നു ചേരും ഈ നക്ഷത്രക്കാർക്ക്. അതിനോടൊപ്പം തന്നെ ആ ഒരു മേഖലയിൽ നല്ല അറിവുണ്ടാവും. നമുക്ക് ഒരു അറിവില്ലാതിരിക്കുന്നവർ പെട്ടെന്നൊരു അറിവ് വെക്കുക, അല്ലെങ്കിൽ അവർക്ക് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുക, സന്തോഷകരമായ കുടുംബജീവിതങ്ങൾ നയിക്കാൻ കഴിയുക, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക. വ്യാഴത്തിന്റെ ഒരു ദൃഷ്ടി പതിഞ്ഞാൽ മതി, അവിടെ ഏറ്റവും പുണ്യമായി എന്നർത്ഥം. കാരണം നമ്മൾ പറയുന്നില്ലേ, ഒരു നോട്ടം കൊണ്ട് അവിടെ പുണ്യം വരുത്താൻ വ്യാഴത്തിന് കഴിയും. ഈ രാശിയെയും ഇതിൽ വരുന്ന നക്ഷത്രക്കാരെയും വലിയ രീതിയിൽ സന്തോഷിപ്പിക്കാനും സൗഭാഗ്യങ്ങൾ നേടിക്കൊടുക്കാനും വ്യാഴത്തിന്റെ ഒരു ദൃഷ്ടി മാത്രം മതി. അത്രയും ശുഭത്വമുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ കാലഘട്ടമായിരിക്കും ഈ വൃശ്ചികക്കൂറുകാർക്ക്. 5-ാം ഭാവത്തിലേക്കാണ് കർക്കിടക രാശിയിൽ നിന്നും വ്യാഴത്തിന്റെ നോട്ടം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ രാശിയിലുള്ളവർ സമ്പന്നരാകും, പ്രതീക്ഷിക്കാത്ത തരത്തിൽ ധനം വരും, ലോട്ടറി ഭാഗ്യം പോലും ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. ഇനി പറയാനുള്ളത് മകരം രാശിക്കാരാണ്. ഈ കർക്കിടക രാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട്. എല്ലാ ഗ്രഹങ്ങൾക്കും 7ലേക്ക് ദൃഷ്ടിയുണ്ട് എന്ന് പറയുന്ന പോലെ വ്യാഴത്തിനും 7ലേക്ക് ദൃഷ്ടിയുണ്ട്. വിശേഷ ദൃഷ്ടിയാണ് 5, 9 എല്ലാം. അപ്പൊ അതുകൊണ്ട് ഈ 7ലേക്ക് വ്യാഴം ശ്രദ്ധിക്കുകയാണ്, നോക്കുകയാണ്. ആ 7ാം സ്ഥാനത്ത് വളരെ ഭാഗ്യങ്ങൾ വരുമെന്നാണ് പറയുന്നത്. കാരണം 7 അത്രയും വലിയ ഭാഗ്യസ്ഥാനമാണ്. വ്യാഴത്തിന്റെ ഒരു നോട്ടം കൊണ്ട് മകരം രാശിയിൽ വരുന്ന രാശിക്കാർക്കും ആ രാശിയിൽ വരുന്ന നക്ഷത്രത്തിനും വളരെ സൗഭാഗ്യങ്ങൾ വരും എന്നാണ് പറയുന്നത്. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടന്നു കിട്ടുക, കുറേ കാലം കാത്തിരുന്നിട്ടും പല വഴിപാടുകളും നേർച്ചകളൊക്കെ ചെയ്തിട്ടും വിവാഹം നടക്കുന്നില്ലെങ്കിൽ ഈ ഒരു വർഷക്കാലം, അടുത്ത വർഷമാകുമ്പോഴേക്കും അവരുടെ വിവാഹം നടന്നിരിക്കാൻ സാധ്യത കൂടുതലാണ്. നല്ല ബന്ധം തന്നെയായിരിക്കും നിങ്ങൾക്ക് വരിക. അതായത് മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് കല്യാണക്കാര്യത്തിൽ മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബന്ധങ്ങൾ വന്നു ചേരാൻ സഹായിക്കുന്ന ഒരു സമയമായിരിക്കും വ്യാഴത്തിന്റെ 7-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് മകരം രാശിക്കാരെ കുറിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത്. കാരണം ഈ പറയുന്ന നക്ഷത്രക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാർക്കാണ് ഇത് ഉണ്ടാവുക. കാരണം 7-ാം ഭാവത്തിലേക്ക് ഏറ്റവും ശുഭത്വമുള്ള ഗ്രഹത്തിന്റെ ദൃഷ്ടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളവിടെ പുണ്യാത്മാക്കളായി മാറും എന്ന് വരെ പറയാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പുണ്യാത്മാക്കളായി മാറാൻ യോഗമുള്ള നക്ഷത്രക്കാരാണ് ഈ മകരം രാശിയിൽ വരുന്നവർ. വ്യാഴത്തിന്റെ ഒരൊറ്റ ദൃഷ്ടി കൊണ്ട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും, ഒട്ടും സംശയിക്കേണ്ടതില്ല. അടുത്ത രാശിയെ നോക്കാം. അടുത്ത രാശിയാണ് മീനം രാശി. അതായത് വ്യാഴം കർക്കിടകത്തിൽ നിന്നും മീനത്തിലേക്ക് 9ലേക്ക് ദൃഷ്ടിയുണ്ട് വ്യാഴത്തിന്. വിശേഷ ദൃഷ്ടി 9ലേക്കാണ്. അപ്പൊ ഈ വ്യാഴം കർക്കിടകത്തിൽ നിന്നും മീനം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. മാത്രമല്ല വ്യാഴത്തിന്റെ സ്വന്തം രാശിയാണ് മീനം രാശി. അതിന്റെ ഒരു പ്രത്യേകത കൂടി ഈ പറയുന്ന പൂരട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ലഭിക്കും. അതിനൊരു പ്രത്യേക ഒരു മുൻഗണന ഇവർക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വ്യാഴത്തിന്റെ സ്വന്തം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാരാണ് ഇവര്. അതുമാത്രമല്ല ആ വ്യാഴം 9ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഏതാണ് ആ ഭാവം എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യം പ്രത്യേകിച്ച് ഭാഗ്യം ധർമ്മദയ, അത് ഭാഗ്യം ധർമ്മദയ പുണ്യതപസ്ഥാന, അതായത് ഭാഗ്യമൊക്കെ വരുന്ന ഭാഗ്യത്തിന്റെ ഒരു ഭാവമാണ് 9-ാം ഭാവം, പുണ്യങ്ങളുടെ ഭാവമാണ്. അപ്പൊ നമ്മൾ ഭാഗ്യം, പുണ്യത, അതായത് കുറെ കാര്യങ്ങൾ അവിടെ പറയാം. നമുക്ക് ഭാഗ്യം വരും, പുണ്യങ്ങൾ ഉണ്ടാവും, പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന നമുക്ക് തന്നെ പുണ്യങ്ങൾ വരിക, പിതാവ് അച്ഛനോടൊക്കെ സ്നേഹം തോന്നുക, അച്ഛനെ സ്നേഹിക്കുക, അച്ഛനും മക്കളും നല്ല ബന്ധം വരിക, ഇതൊക്കെ ഈ പിതാവിനെ പോലും സൂചിപ്പിക്കുന്നത് 9-ാം ഭാവം കൊണ്ടാണ്. നമ്മുടെ ഭാഗ്യം 9 കൊണ്ടാണ് ജ്യോതിഷം പറയുന്നത്.
അപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ വീണ്ടും അവർക്ക് പ്രതീക്ഷിക്കാതെ വരും. ഇടരശനി ജന്മശനി ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാറിക്കൊണ്ട് അതിന്റെ ദോഷം നിങ്ങൾക്ക് ഏൽക്കുകയില്ല എന്നുള്ളതാണ്. തൽക്കാലം ഒരു വർഷത്തേക്ക് അതിന്റെ ദോഷങ്ങളൊന്നും നിങ്ങൾക്ക് ഏൽക്കാതെ അത്രത്തോളം ഏൽക്കേണ്ടി വരില്ല. വ്യാഴത്തിന്റെ ശുഭദൃഷ്ടിയിൽ ശനിക്ക് പോലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും. കാരണം അതുകൊണ്ട് ശനി വെറുതെ നോക്കി നിൽക്കുന്ന അവസ്ഥയെ ഉണ്ടാവുകയുള്ളൂ. കാരണം വ്യാഴം അവിടെ ഉദിച്ചു നിൽക്കുന്ന ഒരു ഗ്രഹമാണ്. അത്രയും വലിയ അതായത് ഗുരുവാണ്, ദേവഗുരുവാണ് വ്യാഴം. നമുക്കറിയാം ദേവഗുരുവാണ് വ്യാഴം, സാക്ഷാൽ മഹാവിഷ്ണുവാണ് വ്യാഴം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പൂരട്ടാതി, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും ഈ സൗഭാഗ്യങ്ങളുണ്ട്. പ്രതീക്ഷിക്കാത്ത തരത്തിൽ ധനം വന്ന് ചേരുക, പുതിയ വീട് വയ്ക്കുക, അതുപോലെ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങിക്കാനുള്ള യോഗം കാണുന്നു. അങ്ങനെയല്ല പലതും. അതുപോലെ നിങ്ങളുടെ പഴയ വീടൊക്കെ പുതുക്കി പണിയുക, പുതിയ ജോലിയിൽ കയറ്റം കിട്ടുക, അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടുക, ഉള്ള ജോലിയിൽ കയറ്റം കിട്ടുക, അല്ലെങ്കിൽ ശമ്പളം വർദ്ധിക്കുക. ഈ പറയുന്ന മീനൻ രാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വളരെ നല്ല കാര്യങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ. കാരണം നിങ്ങളെ തള്ളിപ്പറഞ്ഞവര്, അതുപോലെ നിങ്ങളെ പുറത്താക്കിയവര്, അങ്ങനെ അവരൊക്കെ ഒരു അസൂയയോടെ ആയിരിക്കും ഈ പറയുന്ന 4 രാശിക്കാരെയും നോക്കി കാണുക എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട. എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഒരു കാലഘട്ടമായിരിക്കും ഈ വ്യാഴം. അതായത് 16-ാം തീയതി, ജൂലൈ 16-ാം തീയതി രാത്രി 11:39 മിഥുനം രാശിയിൽ നിന്നും കർക്കടം രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നത്. അതോടുകൂടി വ്യാഴത്തിന് മൗഢ്യകാലമായി. മൗഢ്യം തുടങ്ങി 1 മാസത്തോളം മൗഢ്യത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം മൗഢ്യത്തിന് ശേഷം പുറത്തു കടന്നു കഴിഞ്ഞാൽ ആ 1 വർഷക്കാലം ഈ പറയുന്ന 4 രാശിയിലെ 12 നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ സമയമാണ്. 1 വർഷക്കാലം. കാരണം സൂര്യൻ ഇനി 1 വർഷം കഴിഞ്ഞിട്ട്, വർഷം ആവുമ്പോഴേക്ക് മാത്രമേയാണ് വീണ്ടും വ്യാഴത്തിന് മൗഢ്യം വരികയുള്ളൂ. ആ ഒരു മൗഢ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മൗഢ്യം വരെ ഈ സമ്പന്നതയുടെ കാലം എന്നാണ് പറയുക. എല്ലാ സൗഭാഗ്യങ്ങളും ഈ പറയുന്ന 12 നക്ഷത്രക്കാർക്കും വ്യാഴം നൽകും. ഒട്ടും സംശയിക്കേണ്ടതില്ല. എല്ലാവർക്കും നല്ലൊരു അറിവായി മാറട്ടെ ഇത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കറുത്ത വാവിന് അമാവാസി പൂജ, പുഷ്പാഞ്ജലിയൊക്കെ ഉണ്ട്. ശക്തയ പൂജയാണ്, അതുപോലെ പുഷ്പാഞ്ജലി ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിങ്ങളുടെയും കുടുംബങ്ങളുടെയും പേരും നക്ഷത്രമൊക്കെ ഉൾപ്പെടുത്തുകയാണ് കമന്റ് ബോക്സിൽ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരിൽ പൂജയും പുഷ്പാഞ്ജലിയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. അത് ചെയ്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾക്ക് ജാതക സംബന്ധമായോ അല്ലെ പ്രശ്ന സംബന്ധമായോ ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും കാര്യം അറിയാനുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.